ഇപ്പൊ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. കാരണം ഞാൻ സർജറി ചെയ്ത ആളാണല്ലോ. പകുതി പെണ്ണായ ആളല്ലേ നിങ്ങൾ പറയുമ്പോൾ, പകുതി പെണ്ണ്. പകുതി പെണ്ണായ എനിക്ക് പകുതി ടിക്കറ്റ് 50 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 200 രൂപ ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ജാസിയായി ബസ്സിൽ യാത്ര ചെയ്യുമോ എന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ അമ്മട്ടി മോനെ. എന്നിട്ട് കിന്നാരത്തുമ്പിലെ ഡയലോഗ് നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ KSRTC യാത്ര ഞാൻ അതിന് എന്തോളം ഞാൻ പൊരുതണോ ഞാൻ പൊരുതും. അധികം തമാശ വേണ്ട, മിലിറ്ററി ആണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ച് ചെയ്യിപ്പിക്കും. കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജാസി എങ്ങനെ സ്ത്രീ ആവുമെന്ന് അല്ലേ? അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാരൊക്കെ വെറുതെ ഈ ടോപ്പിക് എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. റീച്ചാണ് മെയിൻ. പിന്നെ ചില ആൾക്കാർ നീ ബസ്സിൽ കയറുന്ന എനിക്കൊന്ന് കാണണം, നീ ആര്? നിങ്ങൾ ഒരു ചെറിയ മിന്നലെ പോയി ആര്? ഞാൻ ബസ്സിലോ കാറിലോ ഫ്ലൈറ്റിലോ കയറി അല്ല. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്നാ എനിക്ക് അറിയാൻ വയ്യാത്തത്. എന്താ നിങ്ങളൊക്കെ ജാസ്തി ഇതാ ഈ തുമ്പത്ത് അങ്ങ് പിടിച്ചോളൂ, ഈ സാരി തുമ്പത്ത് പിടിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. പിന്നെ എന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പർ ഒന്നും ഇവിടെ വേണ്ട. നിങ്ങൾ ജാസി ഇറങ്ങണതും കയറുന്നതും വിട്ടുപിടിയേ. പക്ഷെ ഞാൻ KSRTC യാത്രയിൽ ബസ്സിൽ യാത്ര ചെയ്യും ഫ്രീ ടിക്കറ്റ് ആയിട്ട്. ഇപ്പൊ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. കാരണം ഞാൻ സർജറി ചെയ്ത ആളാണല്ലോ. എങ്ങനെ പകുതി പെണ്ണായ ആളല്ലേ നിങ്ങൾ പറയുമ്പോൾ, പകുതി പെണ്ണായ എനിക്ക് പകുതി ടിക്കറ്റ്. അതായത് എവിടെയാണോ എനിക്ക് പോവേണ്ടത് അവിടെ ഒരു മർമ്മം നല്ല ഫോമിലാണല്ലോ. 150 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 200 രൂപ ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. അപ്പോളോ പാട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങളെ പോലെ ട്രാൻസിന്റെ കാര്യമല്ല. ഞങ്ങൾ സ്ത്രീകൾ നോക്കിക്കോളാം, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് ജാസിനെ ഒരു കണ്ടന്റ് ആക്കാൻ നോക്കുന്നതാണ്. എന്താണ് പറയുന്നത്? വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ കാര്യാക്കണ്ട, തട്ടിക്കോ. തീർച്ചയായിട്ടും കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം പറ്റേ, ഇപ്പോൾ സ്ത്രീകളെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ട്രാൻസിന് പബ്ലിക്കിൽ എവിടെയും ടോയ്ലറ്റോ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ സ്ത്രീകളുടെ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്മെൻസ് ആണെങ്കിലും പുരുഷന്മാരുടെ ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല കേരളത്തിൽ. പിന്നെ ഇപ്പോൾ KSRTC ബസ്സിൽ ഞങ്ങൾ കയറിയാൽ നമുക്ക് സ്ത്രീകളുടെ പരിഗണന തന്നെയാണ് കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നു, ഒന്നല്ല 2 പ്രാവശ്യം. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലെ പൊതുവെയുള്ള ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാണ് കേട്ടോ.